ശ്രദ്ധിക്കുക. ലിസാൻ ഈ പാഠം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താവും, നിങ്ങൾ ക്ലാസ് തന്നെ പഠിച്ചു പോകാം. കാര്യങ്ങളിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അർത്ഥം പഠിക്കൽ ഒരു കാര്യമുണ്ട്, അർത്ഥം കൃത്യമായി പഠിച്ചിരിക്കണം. മൊത്തം ലിസാൻ ഫുള്ള് അർത്ഥം കിട്ടിയിരിക്കണം. അതിന്റെ പുറമെ കുറച്ച് കാര്യങ്ങൾ കൂടി കേട്ടോ. ഈ അക്കത ജുനൈദാണ് പറഞ്ഞത്. ഈ അക്കത ജുനൈദ് ഉണർന്നു. ഇവിടെ ആണാണ്, ശ്രദ്ധിക്കണം. ജുനൈദ് പറഞ്ഞാൽ ഒരു പുരുഷനാണ്. ഇവിടെ ഒരു പുരുഷൻ ഉണർന്നു എന്ന് പറയാനാണ് ഉപയോഗിച്ച് യഖ്ദില എന്ന വാക്ക് ഉപയോഗിച്ച് അല്ലെ. യഖ്ദില ഷഹ്സിൻ എന്താ അർത്ഥം? ഷഹ്സിൻ ഉണർന്നു. നല്ല മനസ്സിലാക്കണേ. ആണായതുകൊണ്ട് നമുക്ക് യഖ്ദില നൈമാന്ന് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം നിയമ പെണ്ണാണ്. അപ്പൊ യഖ്ദില നൈമാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ആണ് വരുന്നു യഖ്ദില ജുനൈദ് എന്ന വാക്ക് പ്രയോഗിച്ചു. നല്ല ശ്രദ്ധിക്കണേ. യഖ്ദില ജുനൈദ്, ജുനൈദ് ഉണർന്നു. മിനൻ നൗമി, ഉറക്കത്തിൽ നിന്ന്. ഉറക്കത്തിൽ നിന്ന് യഖ്ദില ജുനൈദ് ഉണർന്നു. മിനൻ നൗമി, ഉറക്കത്തിൽ നിന്ന്. ഞാൻ പറയുമ്പോ അതിന്റെ കൂടെ തന്നെ വയാടായിക്കോളൂ. മിനൻ നൗമി, ഉറക്കത്തിൽ നിന്ന്. മുബക്കിറൻ, വളരെ നേരത്തെ. നിങ്ങൾ ഉറക്കം പറയണം. ഓക്കെ, വളരെ ശബ്ദം കുറച്ച് പറഞ്ഞോളൂ. മുബക്കിറൻ, വളരെ നേരത്തെ. വളരെ നേരത്തെ. മുബക്കിറൻ, വളരെ നേരത്തെ. ഖബിലൽ ഫജ്രി, ഫജ്റിന്റെ സുബ്ഹിന്റെ മുമ്പ്. സുബ്ഹിന്റെ മുമ്പ് അല്ലെങ്കിൽ ഫജ്റിന്റെ മുമ്പ് രണ്ടും പറയാം. ഓക്കെ, സുബ്ഹിന്റെ മുമ്പ്. ജുനൈദ് ഉണർന്നു. മിനൻ നൗമി, ഉറക്കത്തിൽ നിന്ന്. ഖബിലൽ ഫജ്രി, സുബ്ഹിന്റെ മുമ്പ്. വഖാല, അവൻ പറഞ്ഞു. ഇവിടെ ഈ കാല എന്ന് ഉപയോഗിച്ച്, ഇത് ആണായതുകൊണ്ടാണ് കാല എന്ന് ഉപയോഗിച്ചത്. ഓക്കെ, കാല എന്ന് ഉപയോഗിച്ച് ആണായതുകൊണ്ടാണ്. അപ്പൊ കാല, അവൻ പറഞ്ഞു അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനി ബഅദ മാ മാതനി വ ഇലൈഹി നുശൂർ എന്ന് അവൻ പറഞ്ഞു. മൊത്തത്തിലുള്ള അർത്ഥം അല്ലേ? അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനി ബഅദ മാ മാതനി വ ഇലൈഹി നുശൂർ എന്ന് അവൻ പറഞ്ഞു. ഓക്കെ, അതിന്റെ അർത്ഥം നോക്കാം. അൽഹംദുലില്ലാഹി, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലാഹുവിനാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹ് നമ്മളെപ്പോഴും പറയല്ലേ? പറയലില്ലേ? ഉണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവാണ് സർവസ്തുതിയും. എല്ലാ സ്തുതി കീർത്തനങ്ങളും അല്ലാഹുവിനാണ്. അല്ലദീ അഹ്യാനി, എന്നെ ജീവിപ്പിച്ച. അഹ്യ, അവൻ ജീവിപ്പിച്ചു. അഹ്യ, അഹ്യ, അവൻ ജീവിപ്പിച്ചു. എന്താ പറഞ്ഞ? അഹ്യ, അവൻ ജീവിപ്പിച്ചു അല്ലെ? അച്ഛനെയും അങ്ങനല്ലേ? അഹ്യ, അവൻ ജീവിപ്പിച്ചു നീ എന്നെ. അപ്പൊ അഹ്യ, അവൻ ആരാണ്? അല്ലാഹ്. അല്ലാഹ്. ഓക്കെ, അല്ലാഹ് എന്ന് ഉദ്ദേശിക്കാൻ അഹ്യ. അല്ലാഹ് നമ്മൾ അവൻ ആണുങ്ങളായിട്ടല്ലേ പറയല്. അല്ലാഹ് കാണപ്പെടുന്നൊന്നുമില്ല, എന്നാലും നമ്മൾ പറയല് അല്ലാഹു അവൻ എന്നല്ല. അപ്പൊ അല്ലാഹു അഹ്യ, ജീവിപ്പിച്ചു നീ എന്നെ. ബഅദമാമാതനി, ബഅദമാമാതനി, എന്നെ മരിപ്പിച്ച ശേഷം. അമാത, മരിപ്പിച്ചു. അമാത, മരിപ്പിച്ചു. ബഅദമാത, മരിപ്പിച്ച ശേഷം. നീ എന്നെ, എന്നെ മരിപ്പിച്ചു. ബഅദമാമാതനി, എന്നെ മരിപ്പിച്ചു. അഹ്യ, അവൻ ജീവിപ്പിച്ചു. അമാത, അവൻ മരിപ്പിച്ചു. വാക്കുകൾ ശ്രദ്ധിക്കണേ. നാല് വാക്കുകൾ പറഞ്ഞു. യഖ്ദില, അവൻ ഉണർന്നു. ജുനൈദ് ഉണർന്നു. ഖാല, അവൻ പറഞ്ഞു. അഹ്യ, അവൻ ജീവിപ്പിച്ചു. അമാത, അവൻ മരിപ്പിച്ചു. വഇലൈഹി നുശൂർ, അവനിലേക്കാണ് മടക്കം. വഇലൈഹി നുശൂർ, അവനിലേക്കാണ് മടക്കം. അവനിലേക്കാണ് മടക്കവും. വായിലൂടെ മടക്കവും എന്ന് പറയും. ഓക്കെ, വജലസ, അഞ്ചാമത്തെ വാക്ക്. വജലസ, അവൻ ഇരുന്നു. ജുനൈദാണല്ലോ. വജലസ, അവൻ ഇരുന്നു. ഓക്കെ, ഒരാളാണ്, ഒരു പുരുഷനാണ്. ഇരുന്ന് കഴിഞ്ഞതാണ്. ശ്രദ്ധിക്കല, ഈ പറഞ്ഞതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. എന്തൊക്കെ? കാല പറഞ്ഞു, കഴിഞ്ഞില്ലേ? പിന്നെ യഖ്ദില, ഉണർന്നു, കഴിഞ്ഞില്ലേ? ജലസ, അപ്പൊ പറഞ്ഞ ജലസ, ഇരുന്നു, കഴിഞ്ഞില്ലേ? അഹ്യ, ജീവിപ്പിച്ചു, ഇല്ലേ? കഴിഞ്ഞില്ലേ? അമാത, മരിപ്പിച്ചു, കഴിഞ്ഞു. കഴിഞ്ഞ കാര്യങ്ങളാണ്. കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറയുന്ന വാക്ക് എന്തായാലും ഓർമ്മല്ലേ? ഓർമ്മല്ലേ? മാദി, കഴിഞ്ഞതാണ്. ഇതൊക്കെ മാദിയായ വാക്കുകളാണ്. എന്തായ വാക്കുകളാണ്? മാദിയായ വാക്കുകളാണ്. അപ്പൊ ജലസ, അവൻ ഇരുന്നു. അലൽ ഫിറാശി, അല്ലെ? വിരിപ്പിന്റെ മേൽ. അലൽ ഫിറാശി, വിരിപ്പിന്റെ മേൽ അവൻ ഇരുന്നു. ജലസ, അവൻ ഇരുന്നു. അലൽ ഫിറാശി, വിരിപ്പിന്റെ മേൽ. പറഞ്ഞു അല്ലെ? അലൽ ഫിറാശി, വിരിപ്പിന്റെ മേൽ. ബുർഹത്തൻ, അല്പസമയം. ബുർഹത്തൻ, അല്പസമയം. കാമ, പിന്നെ എഴുന്നേറ്റു. കാമ, എഴുന്നേറ്റു. ഒരാളാണ്, കഴിഞ്ഞ സംഭവമാണ്. അപ്പൊ അത് മാതയാണ്. ഒരാളാണ്, പുരുഷനാണ്. ഈ മൂന്ന് കാര്യം നല്ലോണമാണ്. പുരുഷനാണ്, ഇവർ ഒരുത്തനാണ്, കഴിഞ്ഞ സംഭവമാണ് പറയുന്നത് അല്ലെ? ഓരോ വാക്കും ഒരു പ്രവൃത്തി കണ്ടാൽ അത് എന്തൊക്കെയാണ് നമ്മൾ കേച്ച് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ജമാൻ മനസ്സിലാവുന്നുണ്ടല്ലേ? നല്ല മനസ്സിലാവുന്നുണ്ട്. യെസ്, അതാണ് ഒരു വാക്ക്, ഒരു പ്രവൃത്തി കണ്ടാൽ എന്തോ ചെയ്തു, ചെയ്യും, ചെയ്യുക, ഇതൊക്കെയാണല്ലോ പ്രവൃത്തികൾ. റയാൻ എന്ന് പറഞ്ഞ ഒരു പ്രവൃത്തിയാണോ? അല്ല, ഒരു പേരല്ലേ? ഉദാഹരണത്തിന് അല്ലെ, സിയാൻ എന്ന് പറഞ്ഞ ഒരു പേരല്ലേ? പേരല്ല പറയുന്നത്, ഒരു പ്രവൃത്തി. ഇരുന്നു, ചാടും, ഓടും, ഓടിച്ചു, ഓട്, ഇതൊക്കെ ഓരോ പ്രവൃത്തികളാണ് അല്ലെ? പ്രവൃത്തി കണ്ടാൽ നമ്മൾ എന്താക്കണം? അത് എന്താണ്? ഒന്ന്, ഇത് പുരുഷനാണെന്ന് മനസ്സിലായി, ഒരാളാണെന്ന് മനസ്സിലായി, കഴിഞ്ഞതാണെന്ന് മനസ്സിലായി. ഓക്കെ, അവൻ നിന്നു. മാതിയാണ്, കഴിഞ്ഞതാണ്.
പുരുഷനാണ്. എന്താന്ന് പറഞ്ഞ അവൻ പ്രവേശിച്ചു. അവൻ പ്രവേശിച്ചു ഫിൽ ഖലായി ബാത്റൂമിൽ. ഫിൽ ഖലായി ബാത്റൂമിൽ അവൻ പ്രവേശിച്ചു. എവിടെ? ഫിൽ ഖലായി ബാത്റൂമിൽ. എങ്ങനെ? മുഖത്തിമൻ മുന്നിടിക്കുന്നവനായിട്ട്. മുഖത്തിമൻ മുന്നിടിക്കുക, അതായത് മുന്തിച്ചു. എന്താ മുന്തിക്കുന്നവനായി. റിജിലത്തൻ റിജിലഹുൽ യുസ്റ അവന്റെ ഇടതുകാൽ. അപ്പൊ ബാത്റൂമിൽ കയറുമ്പോഴൊക്കെ എന്താ ചെയ്യാ? ഇടത്തേക്കാൽ മുന്തിച്ചിട്ടല്ലേ കയറാം. ഫസ്റ്റ് എന്താ വെക്കുക? ഇടതുകാൽ. റിജിലഹുൽ അവന്റെ കാൽ, അൽ യുസ്റ ഇടതുകാൽ. അല്ലെ? ആദ്യമൊക്കെ അങ്ങനല്ലേ? റിജിലഹുൽ യുസ്റ അവന്റെ ഇടതുകാൽ മുന്തിച്ചിട്ട്. അല്ലെ? അങ്ങനല്ലേ? വഹുവ യഖൂലു കേൾക്കുമ്പോൾ തന്നെ പഠിച്ചിട്ടുള്ളൂ. വഹുവ അവൻ യഖൂലു പറയുന്നു. യഖൂലു നേരത്തെ പറഞ്ഞ വാക്കുകളുമായി ചെറിയ വ്യത്യാസം നമുക്ക് തോന്നില്ലേ? അല്ലെ? കാല ജലസ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു വ്യത്യാസം. ആ രൂപത്തിലും നല്ല ഇത് വന്ന് വഹുവ യഖൂലു കണ്ടോ? അവസാനം നമ്മ വന്നു. ഇതുവരെ പറഞ്ഞ ജലസ കാല അവസാനം പത്തായിരുന്നു. ഇതിൽ അവസാനം നമ്മ അതൊരു വ്യത്യാസമല്ലേ? വഹുവ യഖൂലു ഇതിനകത്ത് അവൻ പറയുന്നു. പറയുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യം അല്ല, നടന്നുകൊണ്ട് നിൽക്കുന്നതിനും വരാനിരിക്കുന്നതിനും പറയുന്നതിനും മുവാരികളാണ്. രണ്ടിനും ഒരേ ഫോം ഉപയോഗിക്കാം. നടന്നുകൊണ്ട് നിൽക്കുന്ന നമ്മൾ ഇംഗ്ലീഷിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രസന്റും ഫ്യൂച്ചറും. പ്രസന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഫ്യൂച്ചർ വരാനുള്ളത്. പിന്നെ മാതി എന്താ? പാസ്റ്റ് അല്ലെ? കഴിഞ്ഞത്. അപ്പൊ പ്രസന്റിനും ഫ്യൂച്ചറും നടന്നുകൊണ്ട് നിൽക്കുന്നതിനും വരാനിരിക്കുന്നതിനും മുവാരികളെ നാം പറയാം. മനസ്സിലാക്കിക്കണം. ക്ലിയറായി മനസ്സിലാക്കണം. അവൻ പറയുന്നു, അവൻ പറയുന്നുണ്ടായിരുന്നു. അവൻ പറയുന്നു എന്നുവെച്ചാൽ പറയുന്നുണ്ടായിരുന്നു. രണ്ടർത്ഥവും സെയിം ആണ്. പറയുന്നുണ്ടായിരുന്നു എന്നുള്ള അർത്ഥം വെക്കാം, പറയുന്നു എന്ന് അർത്ഥം വെക്കാം. എന്താ പറയുന്നത്? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂതി വൽ ഖബായിഥി. ഈ ദിക്ർ മൊത്തത്തിലും പറയുന്നു. എന്താണ് അതിന്റെ അർത്ഥം? ബിസ്മില്ലാഹി അല്ലാഹുവിനോട് അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അഊദു ബിക ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അഊദു ഞാൻ കാവൽ തേടുന്നു. ഓക്കെ? ബിക്ക നിന്നോട്. അഊദൊക്കെ നമുക്ക് പാഠത്തിൽ പെടാത്ത നമുക്ക് പറയുന്നില്ല. ബിക്ക നിന്നോട് മിനൽ ഖുബൂതി എന്താണ്? ആൺ പിശാചിൽ നിന്നും കാവൽ തേടുന്നു. പിന്നെ ഖബായിഥി പെൺ പിശാചിൽ നിന്നും. ആൺ പിശാചിൽ നിന്നും പെൺ പിശാചിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അവൻ നിർവഹിച്ചു, അവൻ പൂർത്തിയാക്കി, അവൻ പൂർത്തീകരിച്ചു, നിർവഹിച്ചു എന്നൊക്കെ അർത്ഥം. എന്ത്? ഹാജത്തു അവന്റെ ആവശ്യം. എന്താ ആവശ്യം എന്ന് പറയുന്നത്? ബാത്റൂമിൽ കയറി എന്താ ആവശ്യം? ബാത്റൂമിൽ എന്തിനാ പോകുന്നത്? ആ ആവശ്യം. ബാത്റൂമില് നമ്മള് പാട്ടാടാൻ പോലല്ലോ. പാട്ടാടാൻ പോലല്ലോ ഇല്ല. ഹാജത്തു അവന്റെ ആവശ്യം പൂർത്തീകരിച്ചു. അവൻ പുറപ്പെട്ടു. അവൻ പുറപ്പെട്ടു. നമ്മൾ ശ്രദ്ധിക്കാറ്. ഇത് കഴിഞ്ഞതാണ്. ഒരു പുരുഷനാണ്. നമ്മൾ ശ്രദ്ധിക്കണം. ഖറജ അവൻ പുറപ്പെട്ടു. മിനൽ ഖലായി ബാത്റൂമിൽ നിന്ന്. മിനൽ ഖലായി ബാത്റൂമിൽ നിന്ന്. മുഖദ്ദിമൻ മുന്നിരിക്കുന്നവനായി. നേരത്തെ മുഖദ്ദിമ വന്നെങ്കിൽ എന്തായിരുന്നു? റിജ്ലഹുൽ യുംന വലതുകാൽ. നേരത്തെ ഇടത്തേക്കാൽ. ബാത്റൂമിൽ കയറുമ്പോൾ നമ്മളൊക്കെ ഏതാ വെക്കുക? ഇടത്തേക്കാല്. ബാത്റൂമിൽ ഇറങ്ങുമ്പോൾ ഏതാ വെക്കുക? വലത്തേക്കാൽ. അല്ലെ? അതല്ലേ പറഞ്ഞി? അങ്ങനെ തന്നെ പറഞ്ഞോ. റിജ്ലഹുൽ യുംന അവന്റെ വലതുകാൽ മുന്നിക്കുന്നത്. പിന്നെ വഹുവ യദ്കുറു അവൻ സ്മരിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ സ്മരിക്കുന്നു. ഇതും ഒരു പ്രവൃത്തിയല്ലേ? സ്മരിക്കുക എന്നുള്ളൊരു പ്രവൃത്തിയല്ലേ? പക്ഷെ ഇത് എന്തല്ല? കഴിഞ്ഞാണോ? അല്ല. പാസ്റ്റ് അല്ല. അല്ലല്ലോ? അല്ല. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ എന്തേ പേര് പറഞ്ഞു? ക്ലിയർ അല്ലേ? അവൻ സ്മരിക്കുന്നു. അള്ളാഹുവിനെ സ്മരിക്കുന്നുണ്ടായിരുന്നു. അവനെ സ്മരിക്കുന്നു എന്ന് മാത്രവും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കണ്ടിട്ടൊരു കൺഫ്യൂഷൻ ഒന്നും നമുക്ക് വേണ്ട. സ്മരിക്കുന്നു നിങ്ങൾക്ക് കാര്യത്തിലേക്ക് ഒരു അർത്ഥമേ മനസ്സിലാണ്ടി പറഞ്ഞു. അവൻ സ്മരിക്കുന്നു. ബിൽ അദ്കാരി ദിക്റുകൾ കൊണ്ട്. ബിൽ അദ്കാരി ദിക്റുകൾ കൊണ്ട്. അല്ലത്തി തഅല്ലമഹ അവൻ അത് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ തഅല്ലമ അവൻ പഠിച്ചു. തഅല്ലമ അവൻ പഠിച്ചു. അല്ലത്തി തഅല്ലമ അവൻ പഠിച്ച എന്നർത്ഥം വരും. തഅല്ലമ എന്നർത്ഥം അവൻ പഠിച്ചു. ഒരു പുരുഷനാണ് അല്ലെ? ഓക്കെ? കഴിഞ്ഞതാണ് അല്ലെ? ആണ്. അപ്പൊ ഒരു പുരുഷനാണ്, കഴിഞ്ഞതാണ് എന്നുള്ള ശ്രദ്ധിക്കുക. അപ്പൊ എന്താണ് കഴിഞ്ഞതിന്? എന്താ പറയാ? മാതിയാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഇതിൽ നിന്ന് മാതി മാത്രമേ ഈ പാഠം നമ്മൾ പഠിക്കുന്നുള്ളൂ. പുരുഷനും അതുപോലെ തന്നെ എന്താന്നൊക്കെ നമുക്ക് വേറെ പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത പാഠം ചർച്ച ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പൊ അവൻ പഠിച്ചു. ഇങ്ങനെ സൊഫിർ റാബിഈ 4ാം ക്ലാസ്സിൽ നിന്ന്. സൊഫിർ റാബിഈ 4ാം ക്ലാസ്സിൽ നിന്ന്. ക്ലിയർ അല്ലേ? ഇതുവരെ പറഞ്ഞ ക്ലിയർ അല്ലേ? ഓക്കെ. ഈ അർത്ഥങ്ങൾ സാവധാനങ്ങൾ കണ്ടുകൊണ്ട് ഇങ്ങനെ പഠിക്കണം. സിമ്പിൾ ആയിട്ട് പഠിക്കുക. ഈ പറഞ്ഞ കാര്യം കഴിഞ്ഞത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും യഖൂലു യദ്കുറു
യഖൂലു അവൻ പറയുന്നു, യദ്കുറു അവൻ സ്മരിക്കുന്നു. ഇത് രണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോ മാളി മുതാരി കഴിഞ്ഞതിന് ബാധിയും വരാതിരിക്കുന്നതിന് മുതാരിയാണ്. ഇത് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ്.